നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട് ഇത് ഹോം ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ്. സോ ഇവിടുത്തെ ഈ എൻ്റയർ വീട് വർക്ക് ചെയ്തിരിക്കുന്നത് ഓട്ടോമേഷനിലാണ്. സോ നമുക്കിതിൻ്റെ വീഡിയോ നമുക്ക് നോക്കാം. നമ്മുടെ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് സ്വിംഗ് ഗേറ്റ് ആണ്. അതായത് രണ്ട് പാളിയും തുറക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ പാളി സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സിങ്ക് ഗേറ്റ് വരുമ്പോൾ നമുക്ക് രണ്ട് പാളിക്കും നമുക്ക് മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് വർക്കുള്ളൂ. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് തുറന്ന് നമ്മുടെ വീടിൻ്റെ ഭംഗി അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഇതേപോലുള്ള ആം മോട്ടേഴ്സാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്പെയിൻ്റെ കമ്പനിയുടെ മോട്ടറാണ്. ഇറേക്ക എന്ന് പറഞ്ഞൊരു സ്പെയിൻ്റെ മോട്ടറാണ്. സോ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫ്ലോർ ലെവൽ വേറെ കണക്ഷനൊന്നുമില്ല. ഫ്ലോറിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാലും ഒന്നും നമ്മൾ മോട്ടർ വർക്ക് ചെയ്യുന്നതിനെ ബാധിക്കത്തില്ല. സോ വളരെ സ്മൂത്തായിട്ട് നമ്മൾ രണ്ട് പാളിയും ഒരേപോലെ അടഞ്ഞു വന്ന് നിൽക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒപ്ടെക്സ് എന്ന് പറഞ്ഞൊരു സേഫ്റ്റി സെൻസറിൻ്റെ മുമ്പിലാണ്. ഈ സെൻസറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ബീം സെൻസറാണ്. ഇതിൽ നിങ്ങൾ ലൈറ്റ് ഒരു ഇൻഡിക്കേഷൻ കാണാം. അപ്പോൾ ഒരാളിവിടെ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓൾറെഡി സെൻസർ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യും. ആ വീട്ടിലെ ഓണർക്ക് ആരാണ് വന്നിരിക്കുന്നതെന്നുള്ള അലാം കിട്ടാൻ വേണ്ടി ഇത് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവും. സോ ആ സമയത്ത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ക്യാമറ വഴി അവർ വീട്ടിൽ ആരെങ്കിലും രാത്രിയിലോ വീട്ടിൽ ആളില്ലാത്ത സമയത്തോ വന്നിട്ടുണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ ഇൻഡിക്കേഷൻസ് കോളായിട്ടും മെസ്സേജായിട്ടും അലേർട്ടായിട്ടും കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ പേര് സെക്യൂരിറ്റി സെൻസേഴ്സ് എന്നുള്ളതാണ്. ഈ ബീം സെൻസറിന് വേറൊരു പ്രത്യേകത ഉള്ളത്, ഇതൊരു സിംഗിൾ ബീം സെൻസർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒറ്റ ബീം സെൻസറിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് ബീംസ് പോകുന്നുണ്ടാവും. ഒരെണ്ണം നമുക്കൊരു 45 ഡിഗ്രി ആംഗിളിൽ പോകുന്നുണ്ടാവും, ഒരെണ്ണം നേരെയും പോകുന്നുണ്ടാവും. സോ ഈ രണ്ട് ബീം വരുന്നത് കൊണ്ട് വല്ല പട്ടിയോ പൂച്ചയോ വല്ല പ്രാണിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോൾസ് അലാം അടിക്കില്ല. ഇത് പ്യൂർലി ഔട്ട്ഡോറിന് വേണ്ടിയിട്ട് വരുന്ന സെൻസറാണ്. മഴയോ ചെടികളോ ഒക്കെ വന്നു കഴിഞ്ഞാലും പക്ഷേ ഈ സെൻസറിൽ ഈസി ആയിട്ട് ഫോൾസ് വരത്തില്ല. എന്നാൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ സെൻസർ പ്രോപ്പറായിട്ട് സെൻസ് ചെയ്യുകയും ചെയ്യും. ഇതൊരു സ്റ്റീൽ ഡോറാണ്. സ്റ്റീൽ ഡോറിൽ നമുക്ക് നോർമലായിട്ടുള്ള സെൻസേഴ്സ് കൊടുക്കുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഡോറിന് വേണ്ടിയിട്ടുള്ള ബീം സെൻസർ വരുന്നുണ്ട്. നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ ഇവിടെ ഡോറിന് വേണ്ടിയിട്ടുള്ള ഒരു ബീം സെൻസറാണ്. പക്ഷേ മറ്റേതിൻ്റെ അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യില്ല. ഇതൊരു 2 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യുള്ളൂ. ഈ ഡോറിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ബീം സെൻസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ വരുന്നത്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടെ അലാറം അടിക്കും. സോ അലാറം അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതൊരു കൺട്രോൾ പാനലാണ്. ഇതുവഴി നമുക്കത് ഓഫ് ചെയ്യാം. അല്ല എങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ വഴിയാണെങ്കിലും നമ്മൾ വീട്ടിലുണ്ടെങ്കിലും പുറത്താണെങ്കിലും നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി സിസ്റ്റം. സോ ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ആരെങ്കിലും വന്നു പോയി പിന്നെ നമുക്ക് എടുത്ത് നോക്കേണ്ടി വരും. സോ ഇത് സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അനുവാദമില്ലാതെയോ രാത്രി കാലങ്ങളിലോ പകലോ കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ആ ആക്ടിവിറ്റി നടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ കിട്ടും. സോ ഒബ്വിയസ്ലി നമുക്ക് ഇത്രയും വലിയൊരു സൗണ്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൂട്ടർ വഴി സൗണ്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഒരാൾ അവിടെ ആ വീട്ടിൽ കയറാൻ ശ്രമിക്കുകയില്ല. സോ നമ്മളുടെ ആവശ്യം എന്താണ്? നമ്മുടെ വീട്ടിൽ ഒരാൾ കയറിയിട്ട് ശേഷം നമുക്കതിൻ്റെ റെക്കോർഡഡ് ഡാറ്റ വേണോ അല്ലെങ്കിൽ കയറുന്നത് തടസ്സപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടുന്നത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ കയറുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ്. അങ്ങനെ കയറുന്നത് ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വരുന്നത് നമുക്ക് ഒഴിവാക്കാനും കള്ളന്മാരെ പേടിക്കാതെ നമുക്ക് കിടന്നുറങ്ങാനും സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീട്ടിലെ ഡ്രോയിങ് റൂമിലാണ്. സോ ഡ്രോയിങ് റൂമിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്വിച്ചസ് ആണ്. ഓട്ടോമേഷൻ സ്വിച്ച് തന്നെയാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഈ സ്വിച്ചിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു സ്വിച്ച് വെക്കണേ 2 സ്വിച്ച് വെക്കുന്ന സ്പേസ് മതി നമുക്ക് ഈ സ്വിച്ച് വെക്കാൻ. പക്ഷേ നമുക്കിവിടെ കാണാം ഏകദേശം 9ഓളം സ്വിച്ച് ഫങ്ഷൻസ് നമ്മൾക്കിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്വിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് സ്വിച്ച് ആയിട്ടുള്ളതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ പലതരത്തിലുള്ള ഗസ്റ്റുകൾ വരും. സോ ഫാൻ സ്വിച്ച് ഇടണമെങ്കിൽ അവർ കൺഫ്യൂഷൻ ഇല്ല. ഈസി ആയിട്ട് ഫാൻ്റെ ബട്ടൺ ഇവിടെ ഉണ്ട്, അതിൽ പ്രസ് ചെയ്താൽ മതി. അതല്ല ലൈറ്റ് ഇടണമെങ്കിൽ ലൈറ്റിൻ്റെ എംബ്ലം ഇവിടെയുണ്ട്. സോ അതേപോലെ തന്നെ ഈ റൂമിന് വേറെയും പ്രത്യേകതയുള്ളത് ഇവിടെയുള്ള കർട്ടൻസ്, വിൻഡോസിനൊക്കെ നമ്മൾ കർട്ടന് മോട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാനുള്ള എംബ്ലംസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ നമുക്കൊരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സ്വിച്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ റൂമിൻ്റെ ഒരു തീം ബേസ് ചെയ്തിട്ട് കസ്റ്റമറുടെയും ആർക്കിടെക്റ്റിൻ്റെയും ഡിസൈൻ പ്രകാരമാണ് നമ്മൾ ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള സ്വിച്ച് കൊടുത്തത്.
ഇതിൽ പല കളറിലുള്ള ഷെയ്ഡ്സുകൾ അവൈലബിൾ ആണ്. വൈറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്, ഗോൾഡൻ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്, ഗ്രേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സോ നമ്മുടെ റൂമിൻ്റെ ഡിസൈൻ അനുസരിച്ച് നമുക്കിത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ പുറകിൽ ഇപ്പോൾ കാണുന്ന 2 കർട്ടൻസ് എന്ന് പറയുന്നത് റോമൻ ബ്ലൈൻഡ്സ് ആണ്. സോ റോമൻ ബ്ലൈൻഡ്സ് മോട്ടറൈസ് ചെയ്യാവോ എന്ന് പലരും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. സോ നമ്മുടെ ഇവിടെ കാണുന്ന ഈ വിൻഡോസ് മോട്ടറൈസ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വരുന്ന മോഡേൺ ആയിട്ടുള്ള ആർക്കിടെക്ട്സ് വീട്ടിലൊക്കെ പലപ്പോഴും റോമൻ ബ്ലൈൻഡ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് മാനുവലി യൂസ് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോമൻ ബ്ലൈൻഡ്സ് ആണെങ്കിലും റോളർ ബ്ലൈൻഡ്സ് ആണെങ്കിലും അല്ല വെർട്ടിക്കൽ ബ്ലൈൻഡ്സ് ആണെങ്കിലും അല്ല നോർമൽ കർട്ടൻസ് ആണെങ്കിലും മോട്ടറൈസ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഞങ്ങളുടെ അടുത്തുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു ബെഡ്റൂമിലാണ്. ബെഡ്റൂമിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ റൂമിലെ ലൈറ്റ്, ഫാൻ, AC അതേപോലെ കർട്ടൻസ് എല്ലാം നമ്മൾ ഓട്ടോമേഷനിലേക്ക് കൊടുത്തിരിക്കണം. റീസൺ വേറൊന്നുമില്ല. സോ ഇവിടെ കിടക്കുന്ന ഫർണിച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ വില കൂടിയ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ്. സോ ഈ ക്ലയൻറ്റിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് ഒരു വിദേശത്ത് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. സോ വർഷത്തിൽ 2-3 പ്രാവശ്യമായിരിക്കും 10 ദിവസമോ 15 ദിവസമോ വന്ന് താമസിക്കുക. ആ സമയത്ത് ഇതേപോലെ ഒരു റൂം ഫുള്ളി അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ സോ ഇതിനകത്തുള്ളൊക്കെ മോയ്സ്ചറൈസ് കയറും. സോ പക്ഷേ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. സോ ഇത് മോട്ടറൈസ് ചെയ്തിട്ട് നമ്മളിതിൽ ഓട്ടോമേഷനിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന കോട്ട്സ് അതേപോലെ തന്നെ ഫർണിച്ചേഴ്സ് ഒന്നും പൂപ്പൽ പിടിക്കാതിരിക്കാനുള്ളൊരു ആവശ്യം ക്ലയൻറ്റ് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ ഈ 3 സൈഡിലും വിൻഡോസ് ഉണ്ട്. കർട്ടൻ മോട്ടേഴ്സ് നമ്മൾ 3 സൈഡിലെയും വിൻഡോസിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ വെളിച്ചം ഈ റൂമിനകത്തോട്ട് എപ്പോഴും കയറുന്നതായിരിക്കും. അതുകൊണ്ട് റൂമിനകത്ത് ഒരിക്കലും ഈർപ്പം നിൽക്കുകയോ പൂപ്പൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ടാവുകയില്ല. സോ ഇതേപോലെ നമ്മൾ വീടുകൾ ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വന്നാലും നമ്മൾ കർട്ടൻ മോട്ടേഴ്സും ഓട്ടോമേഷൻ ചെയ്യുക. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, നമ്മളുടെ ഫർണിച്ചേഴ്സും നമ്മുടെ കിടക്കുന്ന ബെഡും ഒക്കെ വളരെയധികം വർഷങ്ങളോളം നമുക്ക് കിടക്കാൻ സാധിക്കും. നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവത്തില്ല, പൂപ്പലിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പൂപ്പലൊക്കെ വന്നു കഴിയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ റൂമിനകത്ത് താമസിക്കണമെങ്കിൽ പിന്നെ ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. സോ ഡീപ്പ് ക്ലീനിങ് ചെയ്യണമെങ്കിൽ നമ്മൾ 3-4 ദിവസം ഈ വീട്ടിൽ താമസിക്കാതെ മാറി നിന്ന് കൊടുത്തെങ്കിൽ മാത്രമേ ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ റൂം ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇതേപോലെയുള്ള കർട്ടൻ മോട്ടേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് റൂമിൽ വന്ന് താമസിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് വീഡിയോ ഡോർ ഫോണിൻ്റെ മുമ്പിലാണ്. സോ വീഡിയോ ഡോർ ഫോണിൽ നമ്മുടെ ഗേറ്റിൽ ആരെങ്കിലും വന്നത് അറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പർപ്പസ് നിൽക്കുന്നത്. സോ നമ്മുടെ ഗേറ്റിൽ നിൽക്കുന്ന വ്യക്തിയെ നമുക്ക് കാണാം. സോ നമുക്ക് അയാളോട് സംസാരിക്കാം. നമ്മളുടെ ഈ വീഡിയോ ഡോർ ഫോണിൻ്റെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ 10 ഇഞ്ച് സ്ക്രീനാണ്. ഇത് ആൻഡ്രോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്ക്രീനാണ്. സോ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലെ CCTV ക്യാമറയുടെ ഇൻപുട്ട് നമുക്ക് വേണമെങ്കിൽ ഗേറ്റിലെ ക്യാമറ വേണമെങ്കിൽ അഡീഷണൽ ക്യാമറ നമുക്ക് ഇതിൽ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഹോം ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇപ്പോൾ ഈ ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്ന വീട്ടിലെ സോഫ്റ്റ്വെയർ നമുക്കിതിൽ സെൻട്രൽ കൺസോളായിട്ട് ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് നമ്മൾ ആ സ്ക്രീനിൽ തന്നെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വീട്ടിലെ ഓരോ റൂമിനെ നമുക്ക് സെലക്ട് ചെയ്യാനും ഇവിടുന്ന് തന്നെ ഓണാണോ, AC എന്തെങ്കിലും ഓണായി കിടക്കണ്ടോ, ഫാൻ ഓണായി കിടക്കണ്ടോ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. അതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് എവിടെയെങ്കിലും ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്കിവിടെ ഹോം അവേ മോഡ് പ്രസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വീട്ടിലുള്ള ഏതൊക്കെ ഫാനോ ലൈറ്റോ എന്തൊക്കെ ഡിവൈസുകൾ ഓഫ് ആവണോ അതെല്ലാം നമുക്കൊരു ഇതിൽ തന്നെ സിംഗിൾ ക്ലിക്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്ന് വീട്ടിൽ നിൽക്കുന്നത് ഫാമിലി ലിവിങ്ങിലാണ്. സോ ഫാമിലി ലിവിങ്ങിൽ ഒരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് ഗ്ലാസ് വിൻഡോ ആണ്. സോ അതേപോലെ തന്നെ അതിലൊരു കർട്ടൻ മോട്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ കർട്ടൻ മോട്ടർ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഈ വലിയ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ വിൻഡോയുടെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ സോ ഇത് ഗ്രില്ലില്ലാത്ത വിൻഡോ ആണല്ലോ. ഗ്രില്ലില്ലാത്ത വിൻഡോ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് രാത്രിയിൽ സേഫ്റ്റിയുടെ പ്രശ്നമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഒരു റോളിംഗ് ഷട്ടർ, നമ്മൾ മോട്ടറൈസ്ഡ് റോളിംഗ് ഷട്ടർ കൊടുത്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ നമ്മൾ അഡീഷണൽ ഒരു സേഫ്റ്റി സെൻസറോട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഒപ്ടെക്സിൻ്റെ തന്നെ ബീം സെൻസർ കൊടുത്തിട്ടുണ്ട്. രാത്രിയിൽ ആരെങ്കിലും ഈ വിൻഡോയോട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലില്ലാത്തപ്പോഴോ ക്യാമറയിൽ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ സേഫ്റ്റി സെൻസർ ആക്റ്റീവ് ആവും, അലാം വരും, കോള് വരും, മെസ്സേജ് വരും. ഈ 3 ആക്ടിവിറ്റി 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഹൗസ് ഓണർക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ക്യാമറ അപ്പോൾ തന്നെ ആക്റ്റീവ് ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ ക്യാമറ ആക്റ്റീവ് ആവുക റെക്കോർഡിംഗ് സ്റ്റോറേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും.
ഈ വീട്ടിലെ കിച്ചണിൽ വരുന്ന ഓട്ടോമേഷൻ സ്വിച്ചാണ്. സോ നമ്മൾ നോർമൽ ഫോർമൽ ലിവിങ്ങിലൊക്കെ നമ്മൾ നോക്കിയത് ഗ്ലാസ് ഫിനിഷ്ഡ് സ്വിച്ചാണ്. പക്ഷേ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഗ്ലാസ് ഫിനിഷ്ഡ് സ്വിച്ച് വീട്ടിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും, സെർവൻ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് വരണ്ട. അതേപോലെ തന്നെ നനഞ്ഞ കൈയൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സ്വിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ 2 മൊഡ്യൂൾ സ്പേസ് വരുന്ന സ്പേസിൽ 8 ബട്ടണുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ സ്വിച്ചിലും എന്ത് ബട്ടണാണ് വർക്ക് ചെയ്യണമെന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം സെർവൻ്റ് മാറി വന്നാലും അല്ലെങ്കിൽ പ്രായമുള്ളവരാണെങ്കിലും ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇതേപോലെ കസ്റ്റമൈസ് ചെയ്ത സ്വിച്ച് തന്നെയാണ് ഈ വീട്ടിലെ കിച്ചണിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലെ എയർ കണ്ടീഷൻസ് VRF സെൻട്രലൈസ്ഡ് AC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗ്രില്ലാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ ഓട്ടോമേഷനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ മൊബൈൽ ആപ്പിൽ തന്നെ നമുക്ക് ഈ വീട് മൊത്തമായിട്ട് ഒരുമിച്ച് വേണേൽ കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ ഒരു പാർഷ്യൽ ഏരിയ, ഒരു റൂം പർട്ടിക്കുലർ മാത്രം വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. സോ ഇവിടെ നമ്മൾ VRF ചെയ്തിരിക്കുന്ന വീടായതുകൊണ്ട്, ഇതൊരു NRI ക്ലയൻ്റ് ആയതുകൊണ്ടും ഇവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് AC ഓണാക്കുക, ഓഫാക്കുക, അങ്ങനെയുള്ള ഫങ്ഷൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്ലയൻറ്റ് അറിയേണ്ട ആവശ്യമില്ല. AC ഒരു ആഴ്ചയിൽ ഒരു ദിവസം ആകുമ്പോൾ ഒരു 2 മണിക്കൂർ ഓണാവും, അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് റൂമിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് പോവും, ഫ്രഷ് എയർ നിൽക്കും. ഇവരൊരു 6 മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ പോലും എപ്പോഴും ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അവർക്ക് വീടിൻ്റെ ഉള്ളിൽ കിട്ടും. നമ്മുടെ ഈ വീട്ടിൽ VRF AC ഉണ്ട്. അതേപോലെ തന്നെ ബാക്കി വളരെയധികം ഡിവൈസ്, കട്ടൺ മോട്ടേഴ്സ്, റിമോട്ട് ഗേറ്റ്, കുറേയധികം ഡിവൈസുകളുണ്ട്. എന്തായാലും ഈ വീട്ടിൽ കറണ്ട് കാശ് വരും. സോ അവിടെ നമ്മൾ ഹൈബ്രിഡ് സൊല്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. ഹൈബ്രിഡ് ചെയ്തതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് KSEB കറണ്ട് പോകുന്നൊരു സമയത്താണെങ്കിൽ പോലും അവർക്ക് ആ സമയത്തും എനർജി വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളൊരു പർപ്പസ് മുന്നിൽ കണ്ടു തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലൊരു 5000 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 10 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് ആണ് ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡ് സോളാർ പ്ലാന്റ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോളാർ പ്ലാനിൽ ചെയ്യുമ്പോൾ പലരും പറ്റുന്ന വലിയൊരു മിസ്റ്റേക്കാണ്, വീടിൻ്റെ ഭംഗി പോകും. സോ നമ്മളിവിടെ റോട്ടിൽ നിന്ന് നോക്കിയാൽ ഈ വീട്ടിൽ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കത്തില്ല. വീടിൻ്റെ ഭംഗി ഒരിക്കലും പോവാതെ തന്നെ വീടിന് എന്നാൽ സോളാർ പവറിൽ ഫുൾ ഓടുന്ന രീതിയിൽ ഹൈബ്രിഡ് സോളാറാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ടോപ്കോൺ സീരീസ് പാനൽസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ വീഡിയോയിൽ കണ്ടതുപോലെ നിങ്ങളൊരു പുതിയ വീട് പണിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിഗ്നറ്റ് ഐഡിയുടെ സപ്പോർട്ട് എടുക്കാവുന്നതാണ്. വീട് പണിയുടെ ആദ്യ സമയം മുതൽ വീട് പണി തീർക്കുന്നതോടും വരെയുള്ള നിങ്ങൾക്ക് ഓട്ടോമേഷന് വേണ്ടുന്ന കൺസൾട്ടേഷനും ഇംപ്ലിമെൻറ്റേഷനും കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങളുടെ ടെക്നിക്കൽ ടീം തരുന്നതായിരിക്കും.